ഇപ്പോൾ നമ്മൾ ഓപ്പണിംഗ് എൻട്രീസ് ഇടുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ ഡെറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ഉണ്ട്, അതുപോലെ ക്രെഡിറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ഉണ്ട്, അതുകൂടാതെ തന്നെ നമ്മുടെ സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് ഉണ്ട്, പിന്നെ ഓരോ ലെഡ്ജേഴ്സിൻ്റെയും ഓപ്പണിംഗ് എൻട്രീസ്. ഈ 4 കാര്യങ്ങളിലാണ് നമ്മൾ ഓപ്പണിംഗ് എൻട്രീസ് ഇടുന്നത്. അപ്പം സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് ഇടുന്നതെന്ന് പറയാൻ നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ സെക്ഷനിൽ തന്നെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോക്ക് റിക്കൺസിലിയേഷൻ എന്നും പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. ഈ സ്റ്റോക്ക് റിക്കൺസിലിയേഷനിൽ നമുക്ക് ഐറ്റംസ് ഉണ്ടെങ്കിൽ ആഡ് സ്റ്റോക്ക് റിക്കൺസിലിയേഷൻ കൊടുക്കുക. പോസ്റ്റിംഗ് ഡേറ്റ് ആസ് ഓൺ നമ്മളിപ്പോൾ പറയും ഏപ്രിൽ 1 പറയുന്നത്. അപ്പോൾ പറ്റുന്നതും രാവിലെ തന്നെ ഒരു 8 മണിക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യുക. ഓക്കെ. അപ്പം എന്തിനെങ്കിലും പെർമിഷൻ ഇല്ല എങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരാം. എന്നിട്ടിവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് പല ഗോഡൗണുകളുണ്ടായിരിക്കുമല്ലോ. നിങ്ങളുടെ ഫാക്ടറിയിൽ തന്നെ ഓരോ ഫാക്ടറികളിലും ഇതിനുള്ള ഗോഡൗൺ കാണും. അതുകൂടാതെ തന്നെ നിങ്ങളുടെ സെയിൽസ് സെൻറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, അവിടെയും ഗോഡൗൺ കാണും. അപ്പം ഇതിപ്പോൾ കണ്ടു, ഇവിടെ പല ഗോഡൗണുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അഗ്രികൾച്ചർ അർബൻ അത് മെയിൻ വെയർ ഹൗസ് ഏതാണ്, സ്റ്റോക്ക് പോയിൻറ്റ് ട്രേസ് ബിൽഡിംഗ് ഫോർ എക്സാമ്പിൾ. ഇവിടുത്തെ ഈ സ്റ്റോക്ക് പോയിൻറ്റിലെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇടുക എന്ന് വയ്ക്കുക. നമ്മൾ എന്ത് ചെയ്യണം, ഐറ്റം കോഡ് കാർട്ടൺ എത്രയുണ്ട്, എന്നിട്ടത് 100 എണ്ണം ഉണ്ടെങ്കിൽ 100 എണ്ണം. അതിൻ്റെ വാല്യൂഷൻ റേറ്റ് ഇപ്പം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളത് ടാലിയിലുണ്ടെങ്കിൽ അതെടുക്കുക. അല്ല എങ്കിൽ ലാസ്റ്റ് പർച്ചേസ് റേറ്റ് എന്താണോ അതിട്ട് കൊടുക്കുക. ഇങ്ങനെ. അപ്പം ഇതിൻ്റെ ഒരു ഈ എന്ത് നമ്മൾ സ്റ്റോക്ക് ഓപ്പണിംഗ് ഇട്ട് കഴിഞ്ഞാലും ഒരു കൗണ്ടർ എൻട്രിയും ഉണ്ടാവുമല്ലോ. അത് ഈ ടെമ്പററി ഓപ്പണിംഗ് എന്ന് പറയുന്ന അക്കൗണ്ടിലായിരിക്കും അത് പോകുന്നത്. അത് കൂടാതെ നിങ്ങൾ എൻട്രി ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പറ്റുകയാണെങ്കിൽ ഈ ബ്രാഞ്ചും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ROS RON ROCO ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ RHO ആണെങ്കിൽ HOK, ഇപ്പോൾ KKCN ആണ് KOCK ആണെങ്കിൽ അത്, ഇതും കൂടെ എടുത്തു കഴിഞ്ഞാൽ ആ ബ്രാഞ്ചും കൂടെ അത് ഡയമെൻഷനായിട്ട് കോസ്റ്റ് സെൻറ്റർ പോലെ ടാഗ് ചെയ്ത് അവിടെ കിടന്നോളും. ഇതുപോലെ എത്ര ഐറ്റം വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ മിൽക്ക് പൗഡറിൻ്റെ ഇരിപ്പുണ്ടെങ്കിൽ 100, അതിൻ്റെ റേറ്റ് എന്താണോ അതും എടുത്തിട്ട് സേവ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഇത്രയാണ് സ്റ്റോക്ക് ഓപ്പണിങ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയാണ്. ഏതെങ്കിലും സംശയമുണ്ടോ? അതേ കോസ്റ്റ് സെൻറ്റർ തന്നെയാണ് ഈ ബ്രാഞ്ചിൽ കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് റെക്കമെൻഡേഷൻ പ്രകാരം ഓരോ വെയർ ഹൗസും ഇട്ടിട്ട് ഇനിയിപ്പം ഇത് സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം അടുത്ത വെയർ ഹൗസിൻ്റെ എടുക്കുക. അങ്ങനെ പലതായിട്ട് സബ്മിറ്റ് ചെയ്യുന്നാൽ മതി. ഒറ്റയടിക്ക് എല്ലാം കൂടെ ചെയ്യാൻ നോക്കണ്ട. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ആദ്യം എല്ലാം ഒന്ന് ഡ്രാഫ്റ്റിൽ ഇടുക. അതിനുശേഷം ഞങ്ങളൊന്ന് വേണമെന്ന് നോക്കാം. 1-2 ഇട്ട് ഡ്രാഫ്റ്റിൽ ഇട്ട് തരിക, സേവ് ചെയ്ത് ഡ്രാഫ്റ്റിൽ ഇട്ട് തരിക, 1-2 ഇട്ട് തരിക, എന്നിട്ട് ഞങ്ങൾ നോക്കാം. അതിന് ശേഷം സബ്മിറ്റ് ചെയ്താൽ മതി. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 സ്ഥലത്ത് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ റിയൽ സിസ്റ്റം വരുമ്പോൾ ആ സിസ്റ്റത്തിനകത്ത് മതി ബാക്കിയെല്ലാം മുഴുവൻ എൻട്രി ചെയ്യേണ്ടത്. ഇതിനകത്ത് നിങ്ങൾ മുഴുവൻ എൻട്രി ചെയ്യേണ്ടത്, നിങ്ങൾ ട്രയലിന് ഇതിനകത്ത് ചെയ്ത് നോക്കിയാൽ മതി. ഇതാണ് സ്റ്റോക്ക് റീകൺസിലിയേഷൻ്റെ പ്രോസസ്സ്. അടുത്തത് ഞാൻ അടുത്തതിലോട്ട് വയ്ക്കോട്ടെ, ഇത് ക്ലിയർ ആണോ? ഇനി നമ്മൾക്ക് ഡെറ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും ഓപ്പണിംഗ് എങ്ങനെ ഇടുന്നതെന്ന് നോക്കാം. ഇവിടുന്ന് ഓപ്പണിംഗ് ഇൻവോയ്സ് ക്രിയേഷൻ ടൂൾ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. ഇത് കണ്ടോ, 2 പേർക്കും ഒരു സ്ഥലത്തു നിന്ന് തന്നെ ഇടുന്നത്. ഡെറ്റേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഇവിടുന്ന് ഈ ടൂൾ വെച്ച് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓപ്പണിംഗ് ഇൻവോയ്സ് ക്രിയേഷൻ, അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജിൽ വരും. അതിനുശേഷം നമ്മുടെ കമ്പനിയുടെ പേര് സെലക്ട് ചെയ്യുക. ഇനി
ഡെറ്റേഴ്സിൻ്റെ ആണ് സെയിൽസ് സെലക്ട് ചെയ്യുക, ക്രെഡിറ്റേഴ്സിൻ്റെ ആണ് പർച്ചേസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഡെറ്റേഴ്സിൻ്റെ ആണെങ്കിൽ സെയിൽസ് ഇവിടെ സെലക്ട് ചെയ്യുക. നമുക്കിപ്പോൾ ഓരോ ബ്രാഞ്ചിലെയും ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബ്രാഞ്ചുമായിട്ട് അസോസിയേറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ KOCK ആണെങ്കിൽ KOCK അവിടുത്തെ ഡെറ്റേഴ്സിൻ്റെ ആണ് ഇടുന്നെങ്കിൽ KOCK സെലക്ട് ചെയ്യുക, ആഡ് ചെയ്യുക, പാർട്ടിയുടെ പേര് സെലക്ട് ചെയ്യുക, ഹോർട്ടികോർപ്പ് ചടയമംഗലം. ഇനി അതിൻ്റെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അത് ആഡ് ചെയ്ത് തരാം കേട്ടോ. ഞാൻ ഈ കോൾ കഴിഞ്ഞതിന് ശേഷം ആഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പം എന്താ ചെയ്യണത്, നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഡെറ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും ഓപ്പണിങ് ക്രിയേറ്റ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസോളിഡേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഹോർട്ടികോർപ്പ് ചടയമംഗലം നിങ്ങൾക്കൊരു 5 ഇൻവോയ്സ് പ്രകാരം 50,000 രൂപ തരാനുണ്ടെന്ന് വെച്ചോ. ഈ 5 ഇൻവോയ്സും കൂടെ ക്ലബ് ചെയ്ത് ഒറ്റ ഇൻവോയ്സ് ആയിട്ട് നമുക്ക് ഇവിടെ ഇടാൻ പറ്റും. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഓരോ ഇൻവോയ്സ് ആയിട്ടും ഇവിടെ ഒരു ഇൻവോയ്സ് നമ്പർ കൊടുക്കാനുള്ള കോളം കൂടി ഇവിടെ ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇൻവോയ്സ് എമൗണ്ട്, ബ്രാഞ്ച്, ഇൻവോയ്സ് നമ്പർ ഇങ്ങനെ കൊടുക്കാം. അത് വേണമെങ്കിൽ നമുക്കിതാ ഈ മെത്തേഡിൽ കൂടെ അവിടെ കൊണ്ടുവരികയും ചെയ്യാം. ഇൻവോയ്സ് നമ്പർ അപ്പം ഓപ്പണിംഗ് ഇൻവോയ്സ് ഐറ്റം തന്നെയാണ്. ഐറ്റം നെയിം ഓപ്പണിംഗ് ഇൻവോയ്സ് ഐറ്റം, അവരുടെ എമൗണ്ട് 10,000 രൂപ, അവരുടെ ഇൻവോയ്സ് നമ്പർ, നമ്മൾ അവർക്ക് കൊടുത്ത ഇൻവോയ്സ് നമ്പർ 2425. ഇവിടെ നമുക്ക് ബ്രാഞ്ച് വേണമെങ്കിൽ KOCK ഇങ്ങനെ കൊടുക്കാം. ഇവിടെയും ഇൻഡിവിജ്വൽ ഐറ്റത്തിൽ നമുക്ക് ബ്രാഞ്ച് കൊടുക്കാം. ഇനി അവർക്ക് വേറൊരു ഒരെണ്ണം കൂടെ ഉണ്ടെങ്കിൽ, വേറൊരു ബില്ലുണ്ടെങ്കിൽ ഇതിൻ്റെ ബില്ലിംഗ് ഡേറ്റ് ഇതാണ് ഈ പോസ്റ്റിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ബില്ലിംഗ് ഡേറ്റ് ആണ് കേട്ടോ. ബില്ലിംഗ് ഡേറ്റ് 1/2/2000. ആരോ ഒക്കെ ആയിട്ട് ഒരു നിമിഷം, ആരോ ജോയിൻ ചെയ്തിട്ടുണ്ട്, ശ്രീലക്ഷ്മി. ഓക്കെ, ഇത് കണ്ടോ, ഒരേ കസ്റ്റമറിൻ്റെ 2 ബില്ലാണ്. ഈ ബില്ല് ഡിസംബർ 31 ബില്ലായിരുന്നു. അതിൻ്റെ ഡ്യൂ ഡേറ്റ്, ഇതിൻ്റെ ഡ്യൂ ഡേറ്റ് നമുക്ക് വേണേൽ അന്ന് തന്നെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. 1/10 ഡ്യൂ ഡേറ്റ് ഇതായിരുന്നെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഇത് ഒരു 25,000 ആയിരുന്നു. ഇതിൻ്റെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ഇൻവോയ്സ് കൊടുക്കുക. അപ്പോൾ എന്ത് പറ്റും, ഈ കസ്റ്റമറിൻ്റെ 2 ബില്ല് ഓപ്പണിംഗ് ആയിട്ട് വരും. ഇല്ല, നിങ്ങൾക്ക് ഇല്ല അത് ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ 25,000 10,000 കൂടെ ക്ലബ് ചെയ്ത് ഒറ്റ എമൗണ്ട് ആയിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇൻവോയ്സ് നമ്പർ കൊടുക്കണമെന്നില്ല. ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ, ഇൻഡിവിജ്വലായിട്ട് കൊടുക്കണോ അതോ ഇൻഡിവിജ്വലായിട്ട് കൊടുത്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ തിരിച്ച് അവർ പേ ചെയ്യാൻ നേരത്ത് നമുക്ക് ഇൻഡിവിജ്വലി സെറ്റിലും ചെയ്യാൻ പറ്റും. ഇല്ല എങ്കിൽ പാർട്ട് ബൈ പാർട്ടായിട്ട് സെറ്റിൽ ചെയ്യാൻ, ഒരേ എമൗണ്ടേ കാണാൻ പറ്റത്തുള്ളൂ. ഏത് വേണം? ഉണ്ടാവും. അപ്രോക്സിമേറ്റ്ലി ഓരോ ഡെറ്റേഴ്സിൻ്റെയും എത്ര പെൻഡിങ് ഉണ്ടാവും? എന്നാലും 10, 20, 30, 40 കാണുമോ ഒരാളുടെ തന്നെ? ഉണ്ടാവില്ല, 5, 10 കാണത്തുള്ളൂ. ആ, ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യാം. ഈ ഡൗൺലോഡ് കണ്ടോ, ഈ ഡൗൺലോഡിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇത് എക്സലായിട്ട് കിട്ടും. എക്സലായിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അത് ഓപ്പൺ ചെയ്ത് കാണിക്കാവേ, ഒരു നിമിഷം. ഇതാണ് ആ എക്സൽ. ഞാൻ എൻ്റർ ചെയ്ത ഡേറ്റ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടോ? നമുക്ക് ഈ ഹോർട്ടികോർപ്പ് ചടയമംഗലം ഈ ഇൻവോയ്സ്
അപ്പോൾ എനിക്കിവിടെ അടുത്ത റോ ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. ഈ എക്സലിൽ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് നമുക്കത് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. CSV ആവണമെന്നേ ഉള്ളൂ. നമുക്കിങ്ങനെ ഇട്ടിട്ടുണ്ടല്ലോ. പക്ഷേ ഒരേ ഒരു കാര്യം, ഈ പാർട്ടിയുടെ പേര് കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ സിസ്റ്റത്തിലുള്ള പോലെ തന്നെ ആയിരിക്കണം പാർട്ടിയുടെ പേര്. ഈ പാർട്ടിയുടെ പേര് ഇവിടെ ഉണ്ട്. ഇത് തെറ്റരുത്. അത്രയും മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് ഈ KFCKയും അതുപോലെ എല്ലാം നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വരയുടെ മേലുള്ള ഒന്നും ചേഞ്ച് ചെയ്യരുത്. തിരിച്ച് നമുക്കിതിനെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? അപ്ലോഡ് കൊടുക്കാം. അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇത് ചെയ്തു, ടേബിൾ അപ്ഡേറ്റ് ചെയ്തു. ഇങ്ങനെയും ചെയ്യാം. ഒറ്റയടിക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് ടെംപ്ലേറ്റ് എടുക്കാം. ആ ടെംപ്ലേറ്റ് ഫില്ല് ചെയ്ത് തിരിച്ചിവിടെ അപ്ലോഡ് ചെയ്യാം നമുക്ക്. ഈ മെത്തേഡ് മനസ്സിലായോ? ഓക്കെ. ഇവിടെ ഡൗൺലോഡിൽ നിന്നും ഇത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ഫില്ല് ചെയ്യാതെ നമുക്കിത് വയ്ക്കാം. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫില്ല് ചെയ്ത ഇൻഫർമേഷൻ അതിനകത്ത് കാണും. എന്നിട്ട് നമ്മൾ ആ എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എക്സൽ ഷീറ്റ് ഞാൻ എക്സലിലല്ല ഓപ്പൺ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത് ഇച്ചിരി വ്യത്യാസമായിട്ട് തോന്നുന്നത്. ഇത് എക്സലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനിയും റോ ഉണ്ടെങ്കിൽ 10-20 റോ ഉണ്ടെങ്കിൽ നമുക്കിവിടെ റോ നമുക്ക് ആഡ് ചെയ്തിട്ട് ആ ഇൻവോയ്സ് നമ്പർ, ഫോർ എക്സാമ്പിൾ NV/4/24/25 ഇതും കസ്റ്റമറാണ്, ഇവരുടെ തന്നെയാണ് ബില്ലുള്ളത്. അതൊക്കെ ഇങ്ങനെ കൊടുക്കുക. ഈ ബില്ലിൻ്റെ ഡേറ്റ് 01/01/2025 ആയിരുന്നു. അതിൻ്റെ ഡ്യൂ ഡേറ്റും അത് തന്നെയായിരുന്നു. അതൊന്നും വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ ഡ്രാഗ് ഇതൊരു 35,000 രൂപയുടെ ആണെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി ഒന്ന് തന്നെ കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് തന്നെ ആണെങ്കിൽ ഇത് തന്നെ എടുക്കുക. ഇത് കണ്ടോ? അപ്പം നമ്മളിത് സേവ് ചെയ്യുക. ഇതിനകത്ത് ഇത് എക്സ്പോർട്ട് ചെയ്യുക. CSV ആയിട്ട് തന്നെ എക്സ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് എന്ത് ചെയ്യും? അത് അപ്ലോഡ് ചെയ്യും. ഞാൻ കണ്ടോ? ആ റോ ഇവിടെ വന്നാൽ കണ്ടോ? നമുക്ക് അങ്ങനെ ഇത് ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യാൻ വേണമെങ്കിൽ അത് തന്നെ, അത്രേ ഉള്ളൂ. ഇത് സെയിൽസിൻ്റെ. എന്നിട്ട് ക്രിയേറ്റ് ഇൻവോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ഈ ഇൻവോയ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് തരും, ഓപ്പണിംഗ് ഇൻവോയ്സ് ആയിട്ട്. അതേപോലെ തന്നെ സപ്ലൈസിൻ്റെ ആണെങ്കിൽ ആകെ വ്യത്യാസം, ഇവിടെ സെയിൽസിന് പകരം പർച്ചേസ് ആവും. ഞാനിത് സേവ് ചെയ്ത് കാണിക്കട്ടെ. ഈ കസ്റ്റമർ റോ 1 കസ്റ്റമർ ഡക്സ് നോട്ട് എക്സിസ്റ്റ്. ഇവിടെ ഞാൻ നേരത്തെ തിരിച്ചില്ലായിരുന്നോ? ഞാൻ സെയിൽസ് പർച്ചേസ് ആക്കിയില്ലേ, അപ്പം പോയതാണ്. അപ്പം ഇത് ഞാൻ ക്രിയേറ്റ് ഇൻവോയ്സ്, ഓപ്പണിംഗ് സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സ്. ഇപ്പോൾ ഇവിടെ നോക്കാം നമുക്ക് ചെയ്ത്. ഇത് കണ്ടോ? 3 സെയിൽ ഇൻവോയ്സ് 70,000 രൂപയുടെ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. നമുക്ക് സെയിൽസ് ഇൻവോയ്സ് ഇത് കണ്ടോ? നമ്മളിപ്പോൾ 3 ക്രിയേറ്റ് ചെയ്തില്ലേ? സെയിൽ ഇൻവോയ്സ് 3. ഇപ്പോൾ ഓപ്പണിംഗ് ഇൻവോയ്സ് ആയിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇൻഡിവിജ്വലി നമുക്ക് ഇൻവോയ്സിൻ്റെ
പെൻഡിങ്ങിൻ്റെ ലിസ്റ്റും കിട്ടും. ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഹിസ്റ്ററി ഇവിടുന്ന് എടുക്കാൻ പറ്റും പെൻഡിങ്ങിൻ്റെയൊക്കെ. ഇതെല്ലാം ഓപ്പണിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഓപ്പണിംഗ് ഇൻവോയ്സ് ആയിട്ടാണ്, ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? ഏതാ പോസ്റ്റിംഗ് ഡേറ്റ് ഇല്ല ഇതിനകത്ത്. പോസ്റ്റിംഗ് ഡേറ്റ് ഈ പോസ്റ്റിംഗ് ഡേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഒറിജിനൽ ബില്ലിൻ്റെ ഡേറ്റാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു അതായത് നമുക്ക് 2020 ഒരു ബില്ല് പെൻഡിങ് ആണെന്ന് വെച്ചോ, ജനുവരി 1, 2020. ആ ജനുവരി 1, 2020 ഡേറ്റാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഡ്യൂ ഡേറ്റും അത് തന്നെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആ ബില്ലിനകത്ത് നിങ്ങളൊരു ഡ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ കൊടുക്കാം, ഒരു വ്യത്യാസവുമില്ല. ക്ലിയർ ആയോ? അതേപോലെ തന്നെയാണ് പർച്ചേസിൻ്റെ. ഫസ്റ്റ് കമ്പനി സെലക്ട് ചെയ്യുക, പർച്ചേസ് ഇടുക. അപ്പോൾ നമ്മൾ പാർട്ടിയുടെ പേരിൽ, നമ്മുടെ സിസ്റ്റത്തിലെ പാർട്ടിയുടെ പേരിലാണ് ഇവിടെ വരും ഓട്ടോമാറ്റിക്കലി. ലൈവ് കാർട്ടൻ്റെ പോസ്റ്റിംഗ്, അവർ തന്ന ബില്ലിൻ്റെ ഡേറ്റ്, അവർ തന്ന ഡ്യൂ ഡേറ്റ്, എമൗണ്ട് എത്രയാണ്, ആ ഇൻവോയ്സ് നമ്പർ എത്രയാണ്, ഏത് ബ്രാഞ്ചിലോട്ടാണ് വന്നത് അതും കൂടെ കൊടുക്കുക. ക്രിയേറ്റ് ഇൻവോയ്സ് കൊടുക്കുക. നമുക്ക് ലൈവ് കാർട്ടൻ്റെ നമുക്ക് നോക്കാം. ഒരു പഴയൊരു ബില്ല് കൊടുക്കാം. ജനുവരി 1 ബില്ലാണ്. അവരുടെ ഡ്യൂ ഡേറ്റും ജനുവരി 15 എമൗണ്ട് 5000 രൂപ. അവരുടെ ഇൻവോയ്സ് നമ്പർ LC/INV/2425/0003. അപ്പോൾ എവിടെ മേടിച്ചത്? KOCKയിലോട്ടാണ് അത് മേടിച്ചത്. ഇന്ന് ക്രിയേറ്റ് ഇൻവോയ്സ്. ഓട്ടോമാറ്റിക്കലി പർച്ചേസ് ഇൻവോയ്സും ക്രിയേറ്റ് ചെയ്ത് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഒരു പർച്ചേസ് ഇൻവോയ്സും ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കണ്ടോ, 5000 രൂപയുടെ. അപ്പോൾ ഇത്രയും നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എൻ്റർ ചെയ്യാം, പലതായിട്ട് പല സെഷനായിട്ട് എൻ്റർ ചെയ്യുന്നതൊന്നും കുഴപ്പമില്ല കേട്ടോ. ക്ലിയർ ആയത്? ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെഡ്ജർ ഓപ്പണിംഗ് ഇടണ്ടേ. അപ്പം ഓരോ അക്കൗണ്ടിൻ്റെയും ഓപ്പണിംഗ് എത്രയുണ്ടെന്ന്, അതിന് സാധാരണ രീതിയിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് മുന്നിൽ വെച്ചിട്ടാണ് ഇടുന്നത്. ഇപ്പം കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഉടനെ കിട്ടത്തില്ലല്ലോ അല്ലേ? അവൈലബിൾ ആണോ? കഴിഞ്ഞ വർഷത്തെ 24-25 ബാലൻസ് ഷീറ്റ് കിട്ടാൻ സമയം എടുക്കത്തില്ലേ? ടൈം എടുക്കും, ചെയ്യാനില്ല. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഒരെണ്ണം ചെയ്യുക, പിന്നീട് അത് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പം അക്കൗണ്ടിങ്ങിൽ ജേണൽ എൻട്രി, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയതല്ലേ. ജേണൽ എൻട്രി ചെയ്യുക, ആഡ് ജേണൽ എൻട്രി ചെയ്യുക. ഇവിടെ എൻട്രി ടൈപ്പ് ഓപ്പണിംഗ് എൻട്രി കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു, ഫോർ എക്സാമ്പിൾ ഈ ബാങ്കിലേക്ക് നിങ്ങൾക്ക് ഓപ്പണിംഗ് കിട്ടത്തില്ലേ? അതല്ല, ബാങ്കിൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓപ്പണിംഗ് കിട്ടുമല്ലോ അന്നത്തെ. ഏതാ? അല്ല, FDയുടെ ഒക്കെ വേണ്ടി നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് അക്കൗണ്ട്സിൻ്റെ മാത്രം എടുത്താൽ മതി. ഇപ്പം അതെല്ലാം കിട്ടും. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക്, എല്ലാ ബാങ്കിലും നമ്മൾ ലാസ്റ്റ് ഡേ നോക്കിക്കഴിഞ്ഞാൽ ഇത് കിട്ടുമല്ലോ. അപ്പം അതിൻ്റെ ഓപ്പണിംഗ് ആണെങ്കിൽ നമ്മൾ ഇടുക, ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്ന് എടുക്കുക, സെയിം. അതിനുശേഷം ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ 15 ലക്ഷം. അതുപോലെ നമ്മുടെ ഓരോ സ്ഥലത്തും ക്യാഷ് അക്കൗണ്ട് ഒന്നും വേണ്ട, ഇവിടെ ഒന്നും വേണ്ട, പാർട്ടി ടൈപ്പും പാർട്ടിയും വേണ്ട, അക്കൗണ്ട് അല്ലേ. അത് നമ്മുടെ സപ്ലയേഴ്സിൻ്റെയും കസ്റ്റമേഴ്സിൻ്റെ ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ആണെങ്കിൽ മാത്രം ഇവിടെ പാർട്ടി ടൈപ്പ് കൊടുത്തു, വേറെ ഒന്നും കൊടുക്കണ്ട. അതിനുശേഷം ഇപ്പം ക്യാഷ് അക്കൗണ്ടിൽ വല്ലതും ഉണ്ടെങ്കിൽ ക്യാഷ്, നിങ്ങൾക്ക് ഓരോ ബ്രാഞ്ചിലും ക്യാഷ് അക്കൗണ്ട് കാണത്തില്ലേ? അപ്പോൾ നമുക്ക് അതെല്ലാം ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ക്യാഷ് ആണെങ്കിൽ ക്യാഷ് എത്രയാണ്, അപ്പം ഇത് ബൈ ഡിഫോൾട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. സോ അത് ഉപയോഗിക്കേണ്ട. അപ്പം ക്യാഷ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ എച്ചോടെ ക്യാഷ് ആണിതെങ്കിൽ ഒരു 5000 രൂപയുടെ ക്യാഷ് ഉണ്ടെന്നിടുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്നാണ്, നമ്മൾ ഇതിൻ്റെ ബാലൻസ് ചെയ്യാൻ ക്രെഡിറ്റ് നമുക്ക് അറിഞ്ഞൂടല്ലോ. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതാ ടെമ്പററി ഓപ്പണിംഗ് എന്നും പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്, ഇതിനകത്തൊട്ട് ഇടുക.
നമ്മളുടെ ബാലൻസ് ഷീറ്റ് എപ്പോഴാണോ വരുന്നത്, ഇത് നിങ്ങൾ ടാലിയിൽ എന്തോ അൺഅക്കൗണ്ടഡ് ഓപ്പണിംഗ് എന്നും പറഞ്ഞ് കണ്ടോ, അതോ ഒരു അക്കൗണ്ട് ഉണ്ട്, ഏതാ, സസ്പെൻസ് അക്കൗണ്ട് അല്ല, വേറൊരു, നിങ്ങൾ എന്തിൻ്റെ ഓപ്പണിംഗ് ഇടാൻ നേരത്തും ഒരു കൗണ്ടർ അക്കൗണ്ട് തനിയെ സിസ്റ്റം തന്നെ കാണിച്ചു തരും ടാലിയിൽ. ഇതിൻ്റെ അകത്തുള്ള പേര് ടെമ്പററി ഓപ്പണിംഗ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ അതെന്താ സാധാരണ ചെയ്യുന്നത്, നമ്മൾ ഈ ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ടെമ്പററി ഓപ്പണിംഗ് 0 ആയി പോകും കറക്റ്റായി കഴിയുമ്പോൾ. അപ്പോൾ എന്നിട്ട് ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, മോർ ഇൻഫർമേഷനിൽ ഈസ് ഓപ്പണിങ് എസ്സും കൂടെ കൊടുക്കുക. ബ്രാഞ്ച് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അത് ഓരോ എവിടെയാണ് ചെയ്യുന്നത്, ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ ബ്രാഞ്ച് KFCക്ക്. യെസ്, സെലക്ട് ചെയ്യാം. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. നമുക്കത് ഇല്ലെങ്കിൽ ഇവിടെ കാണുന്നില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കൊണ്ടുവരാം, ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ KFCക്കാണ്, അല്ല KCCN KCCN കൊടുക്കുക, സേവ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും, ആ ഡേറ്റ് ഇത് കൊടുത്താണ്, ഡേറ്റ് April 1 ഇടാവുള്ളേ. ആ ഡേറ്റ് ഇട്ടിട്ട് സേവ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. എന്തെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫറൻസും കൊടുക്കാം കേട്ടോ. ഇല്ല റിമാർക്ക് വേണമെങ്കിൽ ടുവേർഡ്സ് ഓപ്പണിംഗ് എൻട്രി. ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത്. കൗണ്ടർ ബാലൻസ് വരുന്നത് ഈ ടെമ്പററി ഓപ്പണിങ്ങിലോട്ട് തട്ടിയിടുക, അത്രേ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ സാധാരണ രീതി തന്നെ ജേണൽ എൻട്രി തന്നെയാണിത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻട്രി ടൈപ്പ് ഓപ്പണിംഗ് ആണ്. അതുകൂടാതെ ഈസ് ഓപ്പണിംഗ് ഒന്നും കൊടുക്കുക. ക്ലിയർ? ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പം റെക്കമെൻഡേഷൻ ഓരോ ബ്രാഞ്ച് വെച്ച് സെപ്പറേറ്റ് അങ്ങ് എൻ്റർ ചെയ്താൽ മതി. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്പണിംഗ് ആയിട്ടുള്ള ഉള്ളതല്ല. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഒന്നുകൂടെ നോക്കാൻ നമ്മളിത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് കാണുകയും ചെയ്യാം ഈ വീഡിയോ. ഓക്കെ, ഇനി നമുക്ക് ആ സെയിൽസിൻ്റെ ഇതിൽ നോക്കാം. ഇപ്പം പറഞ്ഞിരിക്കുന്നത് നമുക്ക് സെല്ലിങ്ങിലാണ് സെയിൽസ് നോക്കേണ്ടത്. കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ കണ്ടു. അതിന് ശേഷം ഇനി സെയിൽസ് ആണ്. നിങ്ങൾ കൊട്ടേഷൻ കൊടുക്കാറുണ്ടോ? എന്നാലും അവർ ചെയ്യുന്നതായിട്ട് അറിയാമോ? ഓക്കെ, ഫൈൻ. ഇനി കൊട്ടേഷൻ കൊടുക്കണേലും നമുക്ക് ഇതിനകത്ത് ഇവിടെ ചെയ്യാം. ഇല്ല എങ്കിൽ സെയിൽസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒന്നില്ലെങ്കിൽ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് സെയിൽസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോക്ക് പോയിൻറ്റ്സിൽ നിന്നും സെയിൽ നടക്കാറുണ്ട്. അപ്പം പലപ്പോഴും കസ്റ്റമേഴ്സ് വിളിച്ച് പറയും, എനിക്ക് നാളത്തേക്ക് ഇത്ര പാക്കറ്റ് വേണം, അല്ലെങ്കിൽ എനിക്ക് 2 ദിവസം കഴിയുമ്പോഴത്തേന് ഇത്ര പാക്കറ്റ് വേണം എന്നൊക്കെ വിളിച്ച് പറയും. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരൊരു ഓർഡറായിട്ടിടും. ഇപ്പോൾ അവരവിടെ എഴുതി വയ്ക്കുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ചിലപ്പം ഒരു ടാലിയിലൊക്കെ അടിച്ചിടും അവർ. അപ്പം അടിച്ചിടുമ്പോൾ ഒരു ഇൻഡൻറ്റ് പോലെ നമ്മുടെ സിസ്റ്റത്തിൽ ജനറേറ്റ് ചെയ്തിടും. അപ്പം നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഇവരുടെ അടുത്തൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്, ഈ സെയിൽസ് ഓർഡർ, സെയിലിങ്ങിനകത്ത് സെയിൽസ് ഓർഡർ എടുക്കുക. അപ്പോൾ സെയിൽസ് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് നമുക്ക് പഴയ സെയിൽസ് ഓർഡർ ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ വരുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ബ്രാഞ്ച് അവരെടുത്തു കഴിയുമ്പോൾ അവരുടെ മാത്രം സെയിൽ ഓർഡർ കാണുന്ന രീതിയിൽ അത് ആക്കും. അപ്പോൾ എന്ത് ചെയ്യും, അവരുടെ സെയിൽ ഓർഡർ മാത്രമേ കാണുകയുള്ളൂ. അതിന് ശേഷം ആഡ് സെയിൽസ് ഓർഡർ കൊടുക്കുക. അപ്പം കസ്റ്റമറിൻ്റെ പേര് നമുക്കിവിടെ ഹോർട്ടികോർപ്പ് ചടയമംഗലം ഫോർ എക്സാമ്പിൾ. എന്നത്തേക്കാണ് ഈ ബൈ ഡിഫോൾട്ട് ഡേറ്റ്, ഇന്നത്തെ ഡേറ്റേ വരുള്ളൂ. ഡെലിവറി ഡേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്നത്തേക്കാണ് കസ്റ്റമർ ഇത് വേണമെന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ചിലപ്പോൾ നാളത്തേക്കാണ് പറയും, ചിലപ്പോൾ ഇന്നത്തേക്കാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാവാം. അപ്പോൾ ആ ഡേറ്റ്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നാളത്തേക്കുള്ള ഡേറ്റാണ് ഇടുന്നത്. അതിനുശേഷം എന്താണോ ഐറ്റം കോഡ്, അത് ഫോർ എക്സാമ്പിൾ മിൽക്ക് പൗഡറാണ് വേണ്ടത്. മിൽക്ക് പൗഡർ എത്ര ക്വാണ്ടിറ്റി വേണം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചറിയാം, ഈ ഡെലിവറി ഡേറ്റ് എന്താണോ ഇവിടെ കൊടുത്തത് അത് തന്നെയാണ് ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടതെന്ന് ഇവിടെ കൊടുക്കുക. നമുക്ക് സിസ്റ്റത്തിനകത്ത് പ്രൈസ് ലിസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റേറ്റും വരും.
ഇല്ലെങ്കിൽ നമ്മൾ അടിച്ചു കൊടുത്താൽ ഫസ്റ്റ് ടൈം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വന്നോളും. അപ്പോൾ നമുക്കിവിടെ നോക്കാം ഏത് പ്രൈസ് ലിസ്റ്റാണ് ഇവിടെ വർക്ക്. ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് സെല്ലിംഗ് എന്ന പ്രൈസേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലായിടത്തും ഒരേ പ്രൈസാണ്, അപ്പോൾ അത് കാരണം ഒരു ഇഷ്യൂ ഇല്ല. അല്ലെങ്കിൽ ബൾക്ക് സെല്ലിങ്ങിന് മാത്രം ചിലപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിന് മാത്രം ഇത് മാറുമെന്ന്. ഞാനിവിടെ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. നമ്മളിവിടെ കസ്റ്റമറിനെ നേരത്തെ ക്രിയേറ്റ് ചെയ്തില്ലേ സെല്ലിങ്ങിൽ, ഈ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്തപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഓരോ കസ്റ്റമറിനും ഡിഫോൾട്ട് പ്രൈസ് ലിസ്റ്റ് നമുക്കിവിടെ കൊടുക്കാം. അപ്പം ഓട്ടോമാറ്റിക്കലി ആ പ്രൈസ് ലിസ്റ്റ് പ്രകാരമുള്ള പ്രൈസേ അവർക്ക് പോകാം. പക്ഷേ നമ്മൾ പ്രൈസ് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. ഇല്ലെങ്കിൽ നമ്മൾ സെല്ലിങ്ങിനകത്ത് ഈ കസ്റ്റമർ ഗ്രൂപ്പ് എന്നും പറഞ്ഞൊരു സെക്ഷനുണ്ട്. ഓൺലൈൻ ഡിസ്ട്രിബ്യൂട്ടർ, നോർമൽ, ഗവൺമെൻറ് ഏജൻസി, നോൺ പ്രോഫിറ്റ്, കമേഴ്ഷ്യൽ. ഗവൺമെൻറ് ഏജൻസിക്കാണെങ്കിൽ ചിലപ്പോൾ പ്രൈസ് ഉണ്ടാവും. അപ്പം ആ ഗ്രൂപ്പിൽ നമുക്കൊരു പ്രൈസ് ലിസ്റ്റ് സെറ്റ് ചെയ്ത് വയ്ക്കാം. അതായത് ഗവൺമെൻറ് ഏജൻസീസിനല്ല ഒരു പ്രൈസ്, അല്ലാത്ത ഓൺലൈൻ ഡിസ്ട്രിബ്യൂട്ടറിന് വേറൊരു പ്രൈസ്, നോർമൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേറൊരു പ്രൈസ്. ഇപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂട്ടറിന് ചിലപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലി അവിടെ പോയി കരപ്പൊട്ടി പോയി മേടിക്കുമ്പോഴുള്ളതായിരിക്കും പ്രൈസ്. അപ്പോൾ ഓരോരുത്തർക്കും നമുക്കിവിടെ പ്രൈസ് ലിസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഓപ്ഷനുണ്ട്. ഈ പ്രൈസ് ലിസ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെയിൽസ് എടുക്കാൻ നേരത്ത് ഓട്ടോമാറ്റിക്കലി ഈ പ്രൈസ് ലിസ്റ്റ് അതുപോലെ വന്നോളും. ഞാൻ ഒരു കാര്യം ചെയ്യും, ഈ പ്രൈസ് ലിസ്റ്റും ഒക്കെ സെറ്റ് ചെയ്യുന്നത് ഞാൻ നാളെ നമുക്കൊരു സെഷൻ എടുക്കാൻ അതിനകത്ത് കാണിച്ചു തരാം കേട്ടോ, പ്രൈസ് ലിസ്റ്റ്. അപ്പം ഇതിപ്പോൾ നമുക്ക് ഈ മിൽക്ക് പൗഡർ ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ, എണ്ണയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ കോക്കനട്ട് ഓയിൽ എത്രയാ 50 എണ്ണം വേണം. ഇപ്പം വിൽക്കുന്നത് 260 രൂപയ്ക്കാണ് വിൽക്കുന്നത്. നമുക്ക് ടാക്സ് തനിയെ വരുന്നുണ്ട് കേട്ടോ. നാളെ ഞാൻ ഈ ടാക്സ് സെറ്റ് ചെയ്യുന്നതും ഞാൻ നാളെ കാണിച്ചു തരാം. നാളത്തെ സെഷനിൽ പ്രൈസ് ലിസ്റ്റും ടാക്സും ഇതുപോലുള്ള കുറച്ച് കോൺഫിഗറേഷൻസും കാണിച്ചു തരാം. അപ്പം ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ടാക്സ് 2.5% ടാക്സും വന്നു. നമ്മൾ എന്ത് ചെയ്യണം? സേവ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി ആ കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ കാണുന്നുണ്ടോ? ഞാൻ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, ഓക്കെ. ഇടയ്ക്ക് ഞാൻ എന്തോ ബ്രേക്ക് ആയ പോലെ തോന്നി. അപ്പം അവരുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. സെയിൽസ് ടേംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ ഉണ്ട്. സേവ് ചെയ്യുക. ഇത് എവറിത്തിങ് ഓക്കെ ആണെങ്കിൽ നമുക്കിത് സബ്മിറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെ അടിച്ചിടുന്നൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഹെഡ് ഓഫീസിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ 28-ാം തീയതിക്കുള്ള സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് എടുക്കണമെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. സെയിൽസിനകത്ത് സെയിൽസ് ഓർഡർ അനാലിസിസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ സെല്ലിങ്ങിൽ ഇവിടെ ഹെഡ് ഓഫീസിന് സെയിൽ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഫിൽറ്ററിനകത്ത് ഡെലിവറി ഡേറ്റ്, ടൈം സ്പാൻ, ടുമോറോ ഉണ്ടോ? 2 സെയിൽ ഓർഡർ ഉണ്ട് നാളത്തേക്കുള്ള. ഒരെണ്ണം ഇതുവരെ ഫൈനലൈസ് ചെയ്ത്, ഇതിപ്പോൾ നമ്മൾ അടിച്ചതാണ്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പോൾ ആരാണ് ചെയ്തത്? ആരോ ചെയ്ത് നോക്കുന്നുണ്ടല്ലേ? അനുലക്ഷ്മി, ഗുഡ്. ഓക്കെ. അപ്പം ഇതിപ്പോൾ നമ്മൾ സെയിൽ ഓർഡർ ഇങ്ങനെ നമുക്ക് അടിച്ചിടാം. അപ്പോൾ നമുക്ക് ഈ ഹെഡ് ഓഫീസിൽ ഇരിക്കുമ്പം കേരളത്തിൽ മുഴുവൻ എവിടുന്നൊക്കെ ഡിമാൻഡ് ഉണ്ട് അതെല്ലാം ഒറ്റയടിക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഫാക്ടറിക്കാണെങ്കിൽ ഫാക്ടറിക്ക് ഇതിനനുസരിച്ച് അവരുടെ പ്രൊഡക്ഷനും വേണേൽ പ്ലാൻ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു സ്ഥലത്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് എന്തായി? ടു ഡെലിവർ ആൻഡ് ബില്ലായി. അതിന് ശേഷം നമുക്കിതിനെ 2 സ്റ്റേജ് ചെയ്യാം. ഇപ്പം നമുക്ക് വേണമെങ്കിൽ അപ്പം നാളെ അത് ഡെലിവറി ചെയ്യാം. ഇപ്പോൾ ബില്ല് ചെയ്യാൻ നേരത്തെ ഇവിടുന്ന് ക്രിയേറ്റ് സെയിൽ ഇൻവോയ്സ് ഡയറക്റ്റ്ലി അടിക്കുക, അല്ലെങ്കിൽ ഡെലിവറി നോട്ടെന്ന് പ്രോസസ്സുണ്ട്. നമുക്ക് പക്ഷേ ഇപ്പം ഡെലിവറി നോട്ട് അടിക്കാൻ പറ്റത്തില്ല, കാര്യം ഇതിൻ്റെ സ്റ്റോക്ക് ഇല്ലാത്ത കാരണം നമുക്ക് ഡെലിവറി നോട്ട് അടിക്കാൻ പറ്റത്തില്ല. അപ്പം ഒരു കാര്യം കൂടെ ചെയ്യേണ്ടിയിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ സെയിൽ ഓർഡർ ഇപ്പം ഇപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യുവാണേ. അനുലക്ഷ്മി, ഈ സോഴ്സ് വെയർ ഹൗസ് ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ സോഴ്സ് വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് പോയിൻറ്റ് ഷെയർസ് ബിൽഡിങ്ങിൽ നിന്നാണ് ഇത് പോകുന്നതെങ്കിൽ അവരുടെ ഗോഡൗണിൽ നിന്ന് ബൈ ഡിഫോൾട്ട് ഇത് പോകും. അതും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഞാനത് ചെയ്തില്ല, ഞാനത് വിട്ടുപോയി, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാഞ്ഞത്. അതിന് ശേഷം ഞാൻ ഇവിടെ സെയിൽ ഇൻവോയ്സ് ഉണ്ട്, ക്രിയേറ്റ്
സെയിൽ ഇൻവോയ്സ്. ഇപ്പോൾ ഈ ഡെലിവറി നോട്ട് ഓക്കെ. ഐഡിയൽ സെയിൽസ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സെയിൽ ഓർഡർ, ഡെലിവറി, ഇൻവോയ്സ് എന്നുള്ളതാണ് ഈ 3 സ്റ്റെപ്പ്. നമുക്ക് വേണമെന്ന് ഡെലിവറി നോട്ട് ഇപ്പോൾ തൽക്കാലം സ്കിപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ ഡെലിവറി നോട്ടും ചെയ്യാമായിരുന്നു. സെയിൽ ഇൻവോയ്സ് അടിക്കുക. ഇനി ഡെലിവറി നോട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ അപ്ഡേറ്റ് സ്റ്റോക്ക് പ്രസ് ചെയ്താൽ മതി. അപ്ഡേറ്റ് സ്റ്റോക്ക് പ്രസ് ചെയ്യുമ്പോൾ ഞാനവിടെ സോഴ്സ് വെയർഹൗസ് കൊടുക്കാത്തതുകൊണ്ടാണ് എന്താ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവോയ്സ് അടിക്കുമ്പോൾ തന്നെ സ്റ്റോക്കിൽ നിന്ന് കുറയുകയും ചെയ്യും. പിന്നെ നമ്മൾ ഡെലിവറി നോട്ടൊന്നും അടിക്കാൻ മെനക്കെടണ്ട. ഇപ്പം അവർ സ്റ്റോക്ക് പോയിന്റിലൊക്കെ ചെയ്യുന്നത് ഇതാ പ്രോസസ്സാണ്. ഇൻവോയ്സ് അടിക്കുമ്പോൾ തന്നെ സ്റ്റോക്കിൽ നിന്ന് കുറയും. അങ്ങനെയല്ലേ ചെയ്യുന്നത്? അറിയാമോ അവിടെ സ്റ്റോക്ക് പോയിന്റിൽ എങ്ങനെ ചെയ്യുന്നതെന്ന്? ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട ഇത്രേ ഉള്ളൂ. ഈ സ്റ്റോക്ക് പോയിന്റ് ബില്ല് ചെയ്യുമ്പോൾ അവരുടെ ഓർഡർ അടിക്കുക, ഓർഡറിന് അഗൈൻസ്റ്റ് ഇൻവോയ്സ് അടിക്കുക. ഇത് വേണമെങ്കിൽ നമുക്കിത് ഡിഫോൾട്ടാക്കി ഇട്ട് കൊടുക്കാം. സ്റ്റോക്ക് കുറയുന്ന രീതിയിലാക്കി നമുക്കിത് ഈ അപ്ഡേറ്റ് സ്റ്റോക്ക് എന്ന് ചെക്ക് ചെയ്യേണ്ട. നമുക്കിത് ഡിഫോൾട്ടാക്കി ഇത് വർക്ക് ചെയ്യും. ഈ സ്ക്രീൻ എടുക്കുമ്പോൾ തന്നെ അപ്ഡേറ്റ് സ്റ്റോക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? സേവ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യും. ഇപ്പോൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം, വർക്ക് ചെയ്യുമെന്ന് നോക്കാം. നമുക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ കണ്ടോ എറർ കാണിച്ചോ? ഈ മിൽക്ക് പൗഡർ ആ ശ്രേയസ് ബിൽഡിങ്ങിൽ സ്റ്റോക്ക് ഇല്ലെന്നായി കാണിച്ചത്. അപ്പം നമുക്ക് അതിന് പകരം അപ്ഡേറ്റ് സ്റ്റോക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ സമ്മതിക്കും. കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് പോകുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ സ്റ്റോക്ക് പോകാതെ ഞാൻ ചെയ്യാം. ഇപ്പം സബ്മിറ്റ് ചെയ്ത് കണ്ടോ. ഇനി ഇതിൻ്റെ ലെഡ്ജർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം. ഡെറ്റർ 15,302 രൂപ തരണം. ടാക്സ് 450 ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ബാക്കി ടോട്ടൽ 15,302 നമുക്ക് ഡെറ്റർ ഡേയിൽ നിന്ന് കിട്ടാനുള്ളത് ഈ ഇൻവോയ്സ് പ്രകാരം. ഇത്രയും ചെയ്തതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾക്ക് ചിലപ്പം ഇ-വേ ബില്ലൊക്കെ വേണ്ടി വരില്ലേ? അപ്പോൾ ഇ-വേ ബില്ല് ഇപ്പോൾ ഇത് നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് പറയുന്നത്. എത്രയാണ്? 50,000 കുറവായതുകൊണ്ട് നമുക്ക് വേണമെന്ന് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ഏതിനും പെൻഡിങ്. ഇത് ഞാൻ ഇ-വേ ബിൽ സ്റ്റാറ്റസ് പെൻഡിങ് ആക്കിയേ. അപ്പോൾ എന്ത് ചെയ്യാം? അപ്പം ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യാം. ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ടറുടെ പേര് കൊടുക്കാം, എത്ര കിലോമീറ്റർ കൊടുക്കാം, വെഹിക്കിൾ നമ്പർ കൊടുക്കാം, ട്രാൻസ്പോർട്ട് റെസിപ്റ്റ്, ഡൗൺലോഡ് ജേസൺ, പാർട്ടേ ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ട് ചെയ്യാം. ഇത് ലൈവായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സിസ്റ്റം തന്നെ ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്ത് തരും. പ്രോസസ്സ് ഇതാണ്. അവരിപ്പോൾ ഇ-വേ ബില്ലും ജനറേറ്റ് ചെയ്യാറുണ്ട് 50,000 മേലിലാണെങ്കിൽ. നിങ്ങൾ ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ ഇതിനു മുമ്പ്? ആരെങ്കിലും സൈറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടല്ലേ? ഉണ്ട്, ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോൾ നമുക്ക് ആ സൈറ്റിൽ പോകേണ്ട കാര്യമില്ല. അതിന് പകരം നമ്മളിത് ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഈ സിസ്റ്റത്തിൽ നിന്ന് ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്തില്ല എങ്കിൽ ഇത് ഫില്ല് ചെയ്യുക. എന്നിട്ട് ഈ ഡൗൺലോഡ് ജേസൺ പാർട്ടേ കണ്ടോ, ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്യാം. ഈ പാർട്ടേ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് നമ്പർ ജനറേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വിട്ട് നമുക്ക് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ആവശ്യം നമ്മൾ വരില്ല. നമുക്ക് ഇ-വേ ബില്ലും ഇൻവോയ്സും ഇതിനകത്തുനിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന മെത്തേഡുണ്ട്. ഈ ഇൻവോയ്സ് എനേബിൾ ചെയ്യാത്ത കാരണമാണ്. നിങ്ങൾക്ക് അവിടെ ഇൻവോയ്സ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഇൻവോയ്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയമുണ്ടോ ഞാൻ ഈ കാണിച്ചതിൽ? ഓക്കെ. ബാക്കിയുള്ളവർക്ക് ഒരാൾ മാത്രമേ ഓക്കെ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ളവരെങ്ങനെ? ഓക്കെയാണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഞാൻ ഈ റെക്കോർഡ് ചെയ്തത് ഞാൻ